ജിസേട്ടൻ ആദ്യമായിട്ട് വിളിക്കുമ്പോ ഭയങ്കര അടുത്ത സുഹൃത്താണല്ലോ. അപ്പൊ ആദ്യമായിട്ട് വിളിക്കുമ്പോ ഈ പറഞ്ഞ ഈ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര സർപ്രൈസിങ് എന്തോരം ഉണ്ടായിരുന്നു. കാരണം ഈ നമുക്ക് ദേഷ്യം തോന്നുമല്ലോ ഒരു പോയിന്റിലൊക്കെ. തോന്നോ? വെറുപ്പ് തോന്നുന്നു എന്നാണ് എന്നോട് എല്ലാരും പറഞ്ഞത്. പറയിപ്പിച്ച് അല്ല, ജിസ്മാൻ അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. നമുക്കറിയാം, ഇപ്പം ഈ പറഞ്ഞല്ലോ, വിളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇല്ലാണ്ട് വിളിക്കില്ല എന്ന് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നു, ഈ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇതിനകത്ത് പിന്നെ എനിക്ക് പറയാനുള്ളത്, ആ ക്യാരക്ടറിൻ്റെ അതിനൊരു രൂപമുണ്ടല്ലോ, ഒരു കാരിക്കേച്ചർ രൂപമുണ്ടല്ലോ, അതിന് ഒരുപാട് സഹായിച്ചത് റോണക്സ് മേക്കപ്പാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരു പുരികത്തിനൊക്കെ കുറച്ച് മാറ്റങ്ങളെ കുറിച്ച് ഡാർക്ക് ഷെയ്ഡൊക്കെ ഇട്ടാക്കുന്നത്. പിന്നെ ഈ പറഞ്ഞല്ലോ, നമ്മൾ മിമിക്രിയിൽ നിന്നൊക്കെ വരുന്നതുകൊണ്ട് ഇപ്പം ആദ്യം നമ്മൾ ഒരാളുമായിട്ടൊന്ന് ഇപ്പം ജിസ്മോനായിട്ട് പരിചയം ഉണ്ടെങ്കിൽ പോലും അഭിനയിച്ചു തുടങ്ങുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ചിലപ്പോൾ നമ്മുടെ അഭിനയം എടുക്കുക എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ചിലപ്പോൾ കുറച്ച് കുറേ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതലിട്ട് അഭിനയിക്കാൻ നോക്കും. കുറെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ എടുക്കാതെ വെച്ചിരിക്കുന്ന കുറെ സാധനം ഉണ്ടല്ലോ പഴയ തൊഴിൽ. അപ്പൊ കുറച്ച് കൂടുതൽ അഭിനയം എടുത്തപ്പോ അപ്പൊ ജിസ്മ പറഞ്ഞു, അത്രയും വേണ്ട നമുക്ക് ഈ പടത്തില്, ഇത് മതി. ഭയങ്കര രസമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അവിടെ ഒരു നല്ലൊരു കുടുംബം പോലെ ഏറ്റവും സന്തോഷകരമായി ഇനി ഇവരുടെ ടീമിൽ വരട്ടെ എന്നാണ്. ഈ സ്ക്രിപ്റ്റില് ഭയങ്കര പെരുമ്പുറക്കം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഷൂട്ട് ഭയങ്കര ആസ്വദിച്ചു. പ്രത്യേകിച്ച് ജാഫർക്ക് വരുമ്പോ ജാഫർക്കിടയിൽ ഇത്ര ഹൈറ്റ് ഉള്ള ഒരു സ്പീക്കറും ഇതുപോലത്തെ ഒരു കോർഡ്ലെസ് മൈക്കും ഉണ്ട്. രാത്രി ഗാനം വേണം, മിമിക്രി, ബിജുമേനന്റെ പാട്ട്, ഭയങ്കര അതെ കമ്മിറ്റ് ചെയ്തിട്ട് പരിപാടിക്ക് വരാത്ത ആൾക്കാർ. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു അത്രയും ആസ്വദിച്ചതും ഒക്കെയാണ് ഈ സിനിമയിലേക്ക് ഇപ്പൊ ഈ ഇതിന്റെ ഒരു എൻഡ് റിസൾട്ടിൽ ഇത്രയും ഭംഗിയായിട്ട് ഇത് കാണുന്നത്. ജിസേട്ടൻ ട്രാക്ക് മാറ്റിയ പോലെ നസീർക്കൻ ട്രാക്ക് മാറ്റിയതാണോ? അങ്ങനെയല്ല, ഈ പറഞ്ഞ പോലെ അങ്ങനൊരു മാറ്റം കൂടി വേണ്ടേ അല്ലേ? ഇപ്പോ നിങ്ങളൊക്കെ തന്നെ പറയുന്നില്ല, എല്ലാവരും നന്നായിട്ടുണ്ട്, കൊള്ളാമെന്നൊക്കെ പറയുന്നില്ലേ? അതായിരുന്നു നമ്മൾ ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഇന്നലെ ഒരു കാര്യം ഞാൻ ജിസ്മോനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മിമിക്രിയിൽ ഞാനൊരു കുറേ താരങ്ങളെ അനുകരിച്ചിട്ടുണ്ട്, രാഷ്ട്രീയക്കാരെയൊക്കെ അനുകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു നടനെ ഞാൻ അനുകരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഈ ഒരു 10,000 5,000 പേര് അനുകരിക്കുന്നത് ചിലപ്പോൾ ആ നടനെ ആയിരിക്കും, ആ നടൻ ചെയ്ത് ഹിറ്റാക്കിയ ഏതോ ഒരു കഥാപാത്രത്തെ ആയിരിക്കും. നമ്മളെന്തൊക്കെ ചെയ്താലും അത് ആ നടൻ അവകാശപ്പെട്ടതാണ്. പക്ഷെ സിനിമയിൽ നമ്മളൊരു കഥാപാത്രം ചെയ്ത് വിജയിച്ചാൽ അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിൻ്റെ ഒരു സന്തോഷം.